ഇപ്പോൾ ചെയ്തതൊക്കെ ഓർത്ത് ചിലപ്പോൾ വിലപിക്കുന്നുണ്ടാവും. പശ്ചാത്താപം തോന്നും. നമുക്കൊന്ന് കണ്ട് ദേഷ്യമൊക്കെ അവസാനിപ്പിച്ചിട്ട് വരാം. അന്നത്തോടെ ആ തറവാട്ടുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന് കരുതിയതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് അറിഞ്ഞില്ലല്ലോ. എന്തായാലും ഒന്ന് പോയി വരാം. നീ കൂടെ വരണം. ഗൗരി ഒന്ന് തലയാട്ടി അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. ഹരി ആ നെറ്റിയിൽ വീണ്ടും അമർത്തിമുത്തി. ഒട്ടും താല്പര്യമില്ല ആ തറവാട്ടിലേക്ക് പോകാൻ. ആ കടപ്പ് കാണാനും തോന്നുന്നില്ല. ഇനി എന്തൊക്കെയായാലും അവരോടുള്ള അമർഷം ഈ ജന്മം മുഴുവനും ഉണ്ടാവും. പക്ഷേ കൃഷ്ണൻ്റെ വാക്കുകൾ കേൾക്കാതെ നിൽക്കാനും കഴിയുന്നില്ല. മോനെ, വീണ്ടും ആ വീട്ടിലേക്ക് വിളിക്കാനുള്ള അർഹത എനിക്കില്ല. നിന്റെ ജീവനെടുക്കാൻ നോക്കിയവരാണ് അവിടെയുള്ളത്. അവരോടുള്ള നിന്റെ ദേഷ്യം ന്യായവുമാണ്. പക്ഷേ അമ്മയുടെ അവസ്ഥ ഇനി നാളുകൾ മാത്രമേ ഉണ്ടാവൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. തലയ്ക്കടിയേറ്റത് കൊണ്ട് തന്നെ മരണപ്പായലാണ് അമ്മയെന്ന് തന്നെ കരുതാം. എത്രയൊക്കെ വേദനിപ്പിച്ചാലും പെറ്റമ്മയല്ലേ, അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. എന്നെ ഓർത്തെങ്കിലും മോൻ അവളെയും കൂട്ടിയൊന്ന് വരണം. അമ്മയ്ക്ക് അവളെ അവസാനമായി കാണാനാവും. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മുനി അച്ഛൻ പറയുന്ന ഒന്ന് കേൾക്കണം. വീണ്ടും ഒരു കാലിയെ പിടിക്കാം എന്നും പറഞ്ഞ് കാൽക്കലേക്ക് വീഴാനാഞ്ഞ മനുഷ്യനെ ഓർക്കെ പോവാതെ ഇരിക്കാൻ തോന്നിയില്ല ഹരിക്ക്. രാത്രി കിടക്കുമ്പോഴും ഹരി ആ ചിന്തയിൽ തന്നെയായിരുന്നു. ഗൗരി അവനിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നതും ഹരി അവളുടെ ചുണ്ടിൽ അമർത്തിമുത്തി. അകലാനാഞ്ഞവനെ അതിനെ സമ്മതിക്കാതെ ആ കീഴ്ചുണ്ടിനെ വായിലാക്കിയിരുന്നു ഗൗരി. മനസ്സിലെ സംഘർഷത്തെ തണുപ്പിക്കാൻ രണ്ടാൾക്കും ആ പ്രണയചുംബനം അനിവാര്യമായിരുന്നു. എന്തോ തട്ടലും മുട്ടലും കേട്ടാണ് ഗൗരി കണ്ണുകൾ തുറന്നത്. മുണ്ടു മാത്രമാണ് അവൻ്റെ വേഷം. പുതച്ചിരുന്ന പുതപ്പ് നെഞ്ചോളം വലിച്ചു തിരിഞ്ഞു കിടക്കുമ്പോൾ ടേബിൾ ഡ്രോയർ തുറന്ന് എന്തോ കാര്യമായി നോക്കുന്നവനെ കാണെ അവൾ കണ്ണുകൾ തിരുമ്പി എഴുന്നേറ്റിരുന്നു. ഹരിയേട്ടാ, ഇതെന്ത് നോക്കുന്നേ? അവനെ മൊത്തത്തിൽ നോക്കിയവൾ. കുളിച്ചു വന്നതാണെന്ന് ആ ശരീരം കണ്ടാൽ അറിയാം. കടയിലേക്ക് പോകാൻ ഒരുങ്ങുന്നത് പോലെ. ആ, നീ എണ്ണീറ്റോ? ഞാനേ കടയിലെ ബുക്ക് നോക്കുമായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ ഈ മേശയെ വെച്ചതെന്നാ ഓർമ്മ. അവളെ ഒന്ന് നോക്കി വീണ്ടും പരതിക്കൊണ്ടവൻ പറഞ്ഞു. കണക്ക് ബുക്കല്ലേ? അത് അലമാരയിലുണ്ട്. ഹെഡ് ബോർഡിലേക്ക് ചാഞ്ഞിരുന്നുകൊണ്ട് അവൾ പറഞ്ഞതും ഹരി നിവർന്നു നിന്ന് അവളെ കൂർപ്പിച്ചു നോക്കി. അത് മേശയിലിരിക്കുന്നത് കണ്ട് കാണാതെ പോകാതിരിക്കാൻ വെച്ചതാ, ഗൗരി വിളിച്ചു. അലമാരയിൽ നിന്ന് ബുക്ക് എടുത്തവൻ ഫോണിൻ്റെ അടുത്തായി വെച്ചു. ഇന്നെന്താ ഇത്രയും വേഗം പോകുന്നേ? ഹാങ്കറിൽ നിന്ന് ഷർട്ട് എടുത്തിട്ടുകൊണ്ട് ഹരി അവളുടെ അടുത്തായിരുന്നു. ഇന്ന് ലോഡ് വരുന്ന ദിവസമാണ്. പോയില്ലേ ശരിയാവില്ല. എൻ്റെ കുഞ്ഞു വേണേ കുറച്ച് നേരം കൂടി കടന്നു. സമയം 7 ആയതേ ഉള്ളൂ. അവളുടെ കവിളിൽ വിരലഴിച്ചുകൊണ്ട് അവൻ ഇക്കിളിയാക്കി. ഗൗരി മുഖം വെട്ടിച്ചു മാറ്റി. കുഞ്ഞി, അവളിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ വിളിക്കെ ഗൗരി പിടയ്ക്കുന്ന കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. അവൻ്റെ കണ്ണുകളിലെ ഭാവം അവളുടെ മുഖത്തേക്ക് ചുവപ്പിരച്ചു കയറി. ഹരി മെല്ലെ ആ കഴുത്തിലേക്ക് മുഖം ചേർത്തതും കഴുത്ത് വളച്ചുകൊണ്ട് ഗൗരി ഒന്നുകൂടി അവനിലേക്ക് ചേർന്നിരുന്നു. അവൻ്റെ ആ നിശ്വാസം അവളുടെ കഴുത്തിനെ തഴുകി. ചുണ്ടുകൾ മുറുക്കി അവിടെ നുണഞ്ഞെടുത്തു. ഹരിയേട്ടൻ, അവളുടെ ശബ്ദം ചിലമ്പിച്ചു പോയി. ഹരി ഒന്ന് മൂളി. പിന്നെ ആ കാതിൻ തുമ്പിൽ അമർത്തി ഉമ്മ വെച്ചു. ഉച്ചയാവുമ്പോഴേക്കും ഞാൻ വരാട്ടോ, നമുക്ക് ആ തള്ളയെ കാണാൻ പോണ്ടേ? കവളിൽ ചുണ്ടുരസി പറയുമ്പോൾ ഗൗരിയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. അവൻ്റെ മുടിയിൽ കൈമുറുക്കി മെല്ലെ കണ്ണുകൾ ഉയർത്തി അവളെ നോക്കുമ്പോൾ ചുവന്ന് തുടുത്ത് കണ്ണുകൾ അടച്ചിരിക്കുന്നവളെ കാണെ ആ ചുണ്ടിൽ അമർത്തി മുത്തിയവൻ. കുറച്ചു നിമിഷം ചുണ്ടുകൾ മോചിപ്പിക്കാതെ അവൻ അതുപോലെ തന്നെ ഇരുന്നു. ഇരുനിശ്വാസവും ഒന്നായി. കണ്ണുകൾ തമ്മിൽ കുരുങ്ങി നിന്നു. നെഞ്ചിൽ നിന്നൊരു പിടച്ചിൽ. ശരീരമാകെ പടർന്ന നിമിഷം ഹരിയ കീഴ്ചുണ്ടിനെ വായിലാക്കി നുണഞ്ഞു വലിച്ചിരുന്നു. ഒരു പിടച്ചിലോടെ ഗൗരി അവനിലേക്ക് ഒട്ടി. ഉമ്മിനീർ ഒന്നായി. രണ്ടാളും ശ്വാസത്തിനായി പിടഞ്ഞ നിമിഷം ഹരി മെല്ലെ അടർന്നു മാറി. കിതയ്ക്കുന്നവളെ നെഞ്ചിലേക്ക് അമർത്തിക്കൊണ്ട് ആ തലയിൽ കവിളി ചേർത്ത് വെച്ച് അവനും കിതപ്പടക്കി. രാത്രിയേക്കാളും വീര്യം മോർണിംഗ് കിസിന് തന്നെയാണ് അല്ലേ പെണ്ണെ? എന്താ എഫക്റ്റ്? തൻ്റെ ഉമ്മനീരിനാൽ കുതിർന്ന അവളുടെ ചുണ്ടിനെ തുടച്ചുകൊണ്ട് ഹരി പറയെ ഗൗരി നാണത്തോടെ മുഖം മാറ്റി. അവനിൽ ചിരി വിരിഞ്ഞു. മുഖം അവളുടെ കഴുത്തിലേക്ക് പൂഴ്ത്തി അവിടെ കടിച്ചു വിട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ എണീറ്റു. ഇനിയിരുന്നാ പോക്ക് നടക്കില്ല. 7:30 മണിക്കല്ല ഓടി വരുന്നത്. ഇല്ലേ, ഒരു കൈ നോക്കായിരുന്നു. അവളെ മാത്രം നോക്കിക്കൊണ്ട് അവൻ ഓരോ ബട്ടൺ ഇട്ടതും ഗൗരി അവനെ കൂർപ്പിച്ചു നോക്കി. കൂടുതൽ നോക്കിയാൽ കടിച്ച് തിന്നും ഞാൻ. അവനും തിരിച്ച് കണ്ണുരുട്ടി പറഞ്ഞതും ഗൗരി കണ്ണുകൾ പിടച്ചുകൊണ്ട് വേഗം ബെഡിൽ നിന്ന് എഴുന്നേറ്റു. കഴിച്ചിട്ട് പോവല്ലേ ഹരിയേട്ടാ? ഞാൻ വേഗം ദോശയിടാം. ഏയ് വേണ്ട കുഞ്ഞ്, ഞാൻ ഇന്ന് പുറത്തുനിന്ന് കഴിക്കാം. ഇപ്പോഴേ വൈകി. ഫോണും ചാവിയും എടുത്ത് പോക്കറ്റിലിട്ടു. ബുക്ക് കയ്യിൽ പിടിച്ച് വണ്ടിയുടെ ചാവിയും എടുത്ത് തിരിയുമ്പോൾ പെണ്ണ് കൂർപ്പിച്ച് നോക്കുകയാണ്. സത്യം പുറത്തുനിന്ന് കഴിക്കും, ഉറപ്പ്. വൈകിയത് കൊണ്ടാണ് എൻ്റെ പൊന്നല്ലേ, പറഞ്ഞുകൊണ്ട് തന്നെ ആ കവളിൽ അമർത്തി മുത്തിയവൻ. വേണ്ട, കഴിക്കാതെ പോകണ്ട ഹരിയേട്ടൻ, ഞാൻ വേഗം ഉണ്ടാക്കിത്തരാം. 10 മിനിറ്റ് മതി. വേണ്ട കുഞ്ഞി, വൈകി അതാ. സോറി. ആ ചുണ്ടിലും അമർത്തി മുത്തി അവൻ വേഗം തന്നെ ഇറങ്ങി. പോകുന്ന പോക്കിലും തിരിഞ്ഞു നോക്കി കണ്ണുകൊണ്ട് സോറി എന്ന് പറയുന്നുണ്ട്. അവൾക്ക് ചിരി വന്നുപോയി. ബൈക്ക് സ്റ്റാർട്ടാക്കി മിററിലൂടെ നോക്കുമ്പോൾ വാതിൽക്കൽ നിൽക്കുന്ന പെണ്ണിനെ കാണെ അവൻ്റെ ചുണ്ട് വിരിഞ്ഞു.
നിറഞ്ഞ ചിരിയോടെ അവൻ ബൈക്ക് മുന്നോട്ടെടുത്തു. 7:45 കഴിഞ്ഞിരുന്നു ലോഡ് വണ്ടി വരാൻ. എല്ലാം ഇറക്കി കണക്കും നോക്കി പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്തിട്ടാണ് ഹരി കടയിലേക്ക് കയറിയത് തന്നെ. ബിബി കൗണ്ടറിലിരുന്ന് വല്ലാത്ത ആലോചനയിലാണ്. ഡാ ദേ ഇതവിടെ വെച്ചേ. ബാക്കി പൈസയും ബുക്കും നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവനൊന്ന് ഞെട്ടിയത് ഹരി കണ്ടു. വേഗം തന്നെ അത് വാങ്ങി ഡ്രോയറിൽ വെച്ചവൻ. എന്താടാ വല്ലാത്ത ആലോചന? ഹരിയും അവൻ്റെ അടുക്കൽ മുണ്ടൊതുക്കി വെച്ചിരുന്നു. രാവിലെ ആയതുകൊണ്ട് കുറച്ച് കസ്റ്റമേഴ്സേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലടാ ബിൻസിക്ക് വന്ന ആലോചന. അമ്മച്ചി അതുമായി മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അപ്പച്ചനും അതെ. കേട്ടിടത്തോളം നല്ല പയ്യനാ, കുടുംബവും കൊള്ളാം. ഉടൻ തന്നെ കല്യാണം വേണമെന്ന് അവർ പറയുന്നത്. നിശ്ചയം പോലും വേണ്ടെന്ന്. അതിനിപ്പോൾ എന്താ, നല്ല ആലോചനയല്ലേ? അവൾക്കും ഇഷ്ടമായ അതങ്ങ് പ്രൊസീഡ് ചെയ്യ്. കല്യാണം നമുക്ക് അടിപൊളി നടത്താടാ. ചുളുങ്ങി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഹരി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. പക്ഷെ അമ്മച്ചി പറഞ്ഞത് എനിക്കൊരു പെണ്ണെ നോക്കി രണ്ടും ഒരുമിച്ച് നടത്താമെന്ന്. ഇപ്പോഴേ വയസ്സ് 30 ആവാറായില്ലേ, ഇനിയും വൈകിക്കേണ്ടെന്നാണ് അമ്മച്ചി പറയുന്നത്. ഇന്നലെ ആദ്യമായി അപ്പനും എന്നോട് ഈ കാര്യം സൂചിപ്പിച്ചു. അവൻ്റെ ശബ്ദം നേർത്തതും ഹരി മൗനം പാലിച്ചു. പണമൊന്നും പ്രശ്നമല്ല ഹരി. അവളുടെ മിന്നുകെട്ടിനായി എടുത്ത 2 കുറിയുണ്ട്. കൂടെ അപ്പൻ അവൾക്ക് സ്വർണം വാങ്ങാനായി എടുത്തു വെച്ചതും. ഇപ്പം പിന്നെ എൻ്റെ വരുമാനവും ഉണ്ടല്ലോ, അതുകൊണ്ട് എല്ലാം നല്ലതുപോലെ നടക്കുമെന്ന് ഉറപ്പാണ്. അവളെ സന്തോഷത്തോടെ തന്നെ ഞാൻ പറഞ്ഞയക്കും. പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാൻ അത് ശരിയാവില്ല ഹരി. എന്ത് ശരിയാവാത്തത്? ഹരി അവനെ സൂക്ഷിച്ചു നോക്കി. ആ കണ്ണുകളിൽ കാണുന്ന വേദന കണ്ടില്ലെന്ന് നടിക്കാനേ ഹരിക്കായുള്ളൂ. ഹരി, എടാ ബിബി, നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം അങ്ങ് നടക്കണമെന്നില്ല. ചിലത് ആരുടെയും ആഗ്രഹം പോലെയൊക്കെ നടക്കും എന്നും പറഞ്ഞ് നമുക്ക് ജീവിക്കാതിരിക്കാനാവില്ലല്ലോ. പഴയതെല്ലാം നീ മറക്കണം. ഒരു സ്വപ്നമാണെന്ന് കരുതിയാൽ മതി. ഇത്ര നാൾ ആരും അറിയാൻ നീ കൊണ്ട് നടന്നില്ലേ, ഇനിയും അത് അവിടെ തന്നെ ഇരിക്കട്ടെ, ആരും അറിയണ്ട. ഹരി അവൻ്റെ കയ്യിൽ കൈ ചേർത്തതും ബിബി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ കല്യാണം കഴിഞ്ഞു, അജയുടേതുമായി. ഇനിയുള്ളത് നീയും മുസ്തുവാണ്. അവൻ ഉമ്മ കണ്ടുപിടിച്ച പെണ്ണുമതി എന്നല്ലേ പറഞ്ഞത്? ഉമ്മച്ചി നോക്കുന്നുമുണ്ട്. പിന്നെയുള്ളത് നീ. അമ്മച്ചിയോട് നീ ഓക്കെ പറ. പെണ്ണിനെ നോക്കാൻ പറ, കൂടെ നീയും നോക്ക്. മനസ്സിനാണെങ്കിൽ പെണ്ണിനെ കിട്ടുന്നു എന്ന്. നമുക്ക് 2 മിന്നുകെട്ട് ഒരുമിച്ച് നടത്താടാ ബിബി. അതാ അതിൻ്റെ ഒരു ശരി. ഏതിൻ്റെ? ബിബി അവനെ കണ്ണുയർത്ത് നോക്കി. അതിന് ഹരി ചിരിച്ചതേ ഉള്ളൂ. 12 മണിയാകുമ്പോൾ മുസ്തു വന്നിരുന്നു. ഹരി അവനെയും കടയിലിരുത്തി വേഗം തന്നെ ഇറങ്ങി. കറിക്ക് പച്ചക്കറിയും മീനും വാങ്ങിയാണ് അവൻ വീട്ടിലേക്ക് ചെന്നത്. സുജാത പുറംപണിയിലായിരുന്നു. അവൾ എവിടെയമ്മ? കുളിക്കാൻ പോയി. വിറകെടുത്തിടുന്നതിനിടയിൽ സുജാത പറഞ്ഞു. ദേ മീൻ സ്ലാബിൽ വെക്കുക, പൂച്ച കയറുന്നോന്ന് ശ്രദ്ധിച്ചേക്ക്. അടുക്കളയിൽ സാധനവും വെച്ച് ഹരിമുറിയിലേക്ക് നടന്നു. വാതിലടച്ചിട്ടിരിക്കുകയാണ്. തുറന്ന് അതേപോലെ അടച്ചു കുറ്റിയിട്ട് ഫോണും ചാവിയും ടേബിളിൽ വെച്ചു. ബാത്റൂമിൽ നിന്ന് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. നോട്ടം പായിച്ചുകൊണ്ട് തന്നെയാണ് ഷർട്ട് അഴിച്ചു മാറ്റിയത്. മുണ്ടും മാറിയുടുത്ത് മുടിയൊതുക്കി വെക്കുമ്പോഴാണ് ബെഡിൽ വിടർത്തിയിട്ടിരിക്കുന്ന സാരി കണ്ണിൽപ്പെട്ടു. ഹരിയുടെ ചുണ്ടിൽ കള്ളച്ചിരി വിരിഞ്ഞു. മീശയൊന്ന് പിരിച്ചു വെക്കെ ഡോറിലേക്ക് നോക്കി. മുടി കെട്ടിവെച്ച് ഡോറ് തുറന്നിറങ്ങി ഗൗരി. ബ്ലൗസും പാവാടയും മാത്രമാണ് അവളുടെ വേഷം. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് കെട്ടടിച്ച് മുടി തുവർത്തുമ്പോഴാണ് പുറകിൽ നിൽക്കുന്നവനെ കണ്ണാടിയിലൂടെ കാണുന്നത്. ആദ്യം തോന്നലാണെന്ന പോലെ അവളൊന്ന് ചിരിച്ചതും ഹരിയുടെ കള്ളച്ചിരിക്കു ഭംഗി കൂടി. കണ്ണിൽ കുസൃതി പൊടുന്നതിനെ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നിന്നതും അരയിലൂടെ ചുറ്റി അവളെ നെഞ്ചിലേക്ക് ഇട്ടിരുന്നു ഹരി. ഇതെപ്പോൾ വന്നു? കുതിറി മാറാൻ നോക്കുന്നവളെ ഒന്നുകൂടി മുറുക്കി ടേബിളിലേക്ക് ചേർത്ത് നിർത്തിയവൻ. ഇപ്പോൾ വന്നതേ ഉള്ളൂ. എൻ്റെ ഭാര്യ കുളിക്കുമായിരുന്നു അല്ലേ? വെള്ളത്തുള്ളി പറ്റിപ്പിടിച്ച അവളുടെ മുഖമാകെ കണ്ണുകൾ പായിച്ച് ചോദിക്കുമ്പോൾ ഗൗരി ആകെ പിടഞ്ഞുപോയി. തണുത്തുറഞ്ഞ അവളുടെ ശരീരത്തിലേക്ക് അവൻ്റെ ചൂടരിച്ചു കയറി. എന്താ വേഗം വന്നത്? എൻ്റെ പെണ്ണിനെ കാണാൻ. മുഖമൊന്നുകൂടി അവളിലേക്ക് താഴ്ത്തി അവൻ കള്ളച്ചിരി ചിരിച്ചു. ഗൗരിയുടെ കണ്ണ് അവനിൽ മാത്രം കുടുങ്ങി. എന്തിന്? അവളുടെ ശബ്ദം പതിഞ്ഞു. ഇങ്ങനെ സ്നേഹിക്കാൻ പറഞ്ഞുകൊണ്ട് ആ മൂക്കിൻ തമ്മിൽ അവനൊന്ന് നുകർന്നു. കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു ഗൗരി. ചുണ്ടുകൾ മെല്ലെ താഴേക്ക് ഇഴച്ചുകൊണ്ട് അവളുടെ ചുണ്ടും താണ്ടി താടിത്തുമ്പിൽ നിന്നു. ഗൗരിയുടെ കൈകൾ അവൻ്റെ തോളിലും നെഞ്ചിലെ രോമത്തിലും പിടിമുറുക്കി. വേദനയാൽ ഹരിയുടെ കണ്ണുകൾ ഒന്ന് കുറുകി. ഒപ്പം തന്നെ അവളുടെ താടിത്തുമ്പിൽ പല്ലുകൾ ആഴ്ത്തി. സുഖമുള്ളൊരു നോവിൽ ഇരുഹൃദയവും പിടഞ്ഞു. തൊണ്ടയിലൂടെ ചുണ്ടമർത്തി ആ കഴുത്തിൽ അമർത്തി മുത്തി. കൂടെ പിടഞ്ഞു പൊന്തുന്ന നീല ഞരമ്പിലൂടെ നാവഴിച്ചു. ഹരിയേട്ട. ഗൗരിയുടെ ശബ്ദം വിറച്ചു. ഹരി ആ ഞരമ്പിനെ കടിച്ചു നുണഞ്ഞതും അവൾ കണ്ണുകൾ ഇറുക്ക പൂട്ടി കഴുത്ത് വളച്ചു. കുഞ്ഞി. കിതപ്പിനാലുള്ള അവൻ്റെ സ്വരം കേൾക്കെ ഗൗരി അവനെ ആഞ്ഞു പുണർന്നതും അവളെയും പൊക്കി അവൻ ബെഡിലേക്ക് മറിഞ്ഞിരുന്നു. മേലേക്ക് ചാഞ്ഞവനെ നോക്കാൻ വയ്യാതെ അവളുടെ കണ്ണുകൾ ചുറ്റും പാഞ്ഞു. കൈകൾ ബെഡ്ഷീറ്റിൽ മുറുകി. ഇങ്ങനെയൊക്കെ വന്ന് എൻ്റെ മുന്നിൽ നിന്ന് ദർശന സുഖത്തിൽ ഒതുക്കാൻ മാത്രം നല്ലവനൊന്നും അല്ല കുഞ്ഞി ഞാൻ. കള്ളച്ചിരിയോടെ പറയുന്നതിനൊപ്പം
കൈകൾ കഴുത്തിലൂടെ മാറിലേക്കും അവിടുന്ന് വയറിലേക്കും അമർന്നു നീങ്ങി. ഗൗരിയുടെ വയറുള്ളിലേക്ക് ചൊട്ടിപ്പോയി. അവൻ മെല്ലെ അവളെ തഴുകിക്കൊണ്ട് അവളിലാകെ കണ്ണുകൾ പായിച്ചു. എത്ര കണ്ടാലും മതിവരാത്ത തൻ്റെ പെണ്ണ്, അവളുടെ സൗന്ദര്യം. കണ്ണുകൾ വിടർത്തി ആ കഴുത്തിലും മാറിലും വയറിലുമായി അവൻ്റെ മിഴികൾ കുരുത്തു. ആകെ നാണം കൊണ്ട് വിറച്ചുപോയി ഗൗരി. ശരീരം മുഴുവനും ചുവന്നു കയറുന്നത് അവൾക്ക് തന്നെ അറിയാൻ കഴിഞ്ഞു. ഹരിച്ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ ഉരസിക്കൊണ്ട് ആ നാസികയിലേക്ക് ഇഴച്ചു. ഗൗരിയുടെ കൈകൾ അവൻ്റെ മുടിയിൽ പിടിമുറക്കി. കവളിനെ ഒന്നുരസി അവ ചുണ്ടിലെത്തി നിന്നതും ഹരി കണ്ണുകളിലേക്കൊന്നു നോക്കി. ചുവന്ന ഞരമ്പുകൾ തെളിഞ്ഞു കാണുന്ന അവളുടെ കണ്ണുകൾ. അവൻ്റെ നിയന്ത്രണങ്ങളും കടിഞ്ഞാൻ പൊട്ടിയിരുന്നു. ചുണ്ടുകളെ ഭ്രാന്തിയുമായി പൊതിയുന്നതിനൊപ്പം വലത്തെ കൈ അവളുടെ അമർന്നു. ഏങ്ങലോടെ ഗൗരി അവനെ തന്നിലേക്ക് ചേർത്തതും ഹരി മുഴുവനായും അവളിലേക്ക് അമർന്നു. ചുംബന തീവ്രത കൂടുന്നതിനൊപ്പം അവൻ്റെ കൈകൾ അവളുടെ മേലാകെ അലഞ്ഞു. വയറിൽ കുസൃതി നിറച്ചവ താഴേക്കിറങ്ങിയതും ഗൗരി പിടച്ചിലോടെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. ആ നിമിഷം തന്നെയാണ് ഹരിയുടെ പല്ലുകൾ അവളിൽ ആഴുന്നത്. വേദനയാൽ അവളൊന്ന് പിടഞ്ഞതും അവിടം നാവുകൊണ്ട് ചുഴറ്റി വലിച്ചവൻ വീണ്ടും ചുണ്ടുകളെ പൊതിഞ്ഞു. ഗൗരി വിയർത്തു തുടങ്ങി. അവൻ്റെ കൈകളുടെ മാന്ത്രികതയിൽ അവളുടെ ശരീരം ചൂടുപിടിച്ചു. കിതപ്പോടെ അടർന്നു മാറിയവനെ ബെഡിലേക്കിട്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് കയറി കിടന്നിരുന്നു. അവനൊന്നും ഞെട്ടി. തൻ്റെ മുഖത്തേക്ക് നോക്കി കിതപ്പടക്കുന്നവളെ കാണെ അവൻ്റെ നെഞ്ചിടിപ്പ് കൂടി. ഇരുമിഴികളും കൊരുത്തു നിന്ന വേളയിൽ ഗൗരി ഹരിയുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി. അവിടെ ചുണ്ടിഴച്ചതും ഹരി കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി. അവൻ്റെ കൈ അവളുടെ മുടിയിൽ അമർന്നു. കഴുത്തിൽ ഉമ്മുനീരിനാൽ കുതിർത്തുകൊണ്ട് അവളുടെ ചുണ്ടുകൾ മെല്ലെ നെഞ്ചിലേക്ക് ഇഴഞ്ഞു. ഓരോ തവണ അവനെ ചുംബിച്ചുണർത്തുമ്പോഴും അവളിൽ ഉയർന്നു നിന്നത് അവനോടുള്ള അടങ്ങാനാവാത്ത പ്രണയമാണ്. അവ ഹൃദയത്തിൽ നിന്ന് തുളുമ്പി വന്ന നിമിഷം അവൾ അവൻ്റെ ചുണ്ടിൽ ചുണ്ടമർത്തി ആഴത്തിൽ ചുംബിച്ചു. ഹരിയുടെ നിയന്ത്രണം എല്ലാം വിട്ടിരുന്നു. അവളെ ബെഡിലേക്കിട്ട് ഓരോ തടസ്സങ്ങൾ അഴിച്ചു മാറ്റുമ്പോഴും ഇരു ചുണ്ടും പരസ്പരം ഭ്രാന്തമായി കൊരുത്തു തന്നെ നിന്നു. ഒടുവിൽ പൂർണ്ണ നഗ്നിയായവളെ തന്നിലേക്ക് ചേർത്തുകൊണ്ട് അവളിലേക്ക് അമർന്നു കയറിയ നിമിഷം ഗൗരി പിടഞ്ഞുകൊണ്ട് അവനെ ഉറക്കപ്പുണർന്നു. സീൽക്കാരങ്ങൾ, ശബ്ദങ്ങൾ 4 ചുവരുകൾക്കുള്ളിൽ പ്രതിധ്വനിച്ചു. അനുഭൂതിയുടെ കൊടുമുടിയിലെത്തി നിൽക്കെ വിറച്ചുകൊണ്ട് തന്നിലേക്ക് വീണവനെ ചേർത്ത് പിടിക്കെ ഗൗരിയുടെ ചുണ്ട് അവൻ്റെ വിയർത്ത നെറ്റിയിൽ അമർന്നു. ഒന്ന് മയങ്ങി എണീക്കുമ്പോൾ ഗൗരി അവൻ്റെ നെഞ്ചിൽ ഒതുങ്ങിക്കിടപ്പാണ്. ഒരു പുതപ്പ് പോലുമില്ലാതെ ബെഡിൽ ചുറ്റി വരിഞ്ഞ് കിടക്കുന്നത് കാണെ ഹരി ചിരിയോടെ പുതപ്പെടുത്ത് അരയോളം മൂടി. പെണ്ണ് തളർന്നു കിടക്കുന്നത് നോക്കി കിടന്നവൻ എത്ര നേരമെന്നറിയില്ല. മനസ്സിലിങ്ങനെ അവളെ കണ്ടതു മുതൽ തൊട്ട് മുൻപ് വരെയുള്ള ഓരോ കാര്യവും മിന്നിമാഞ്ഞു. പ്രണയവും വിരഹവും സങ്കടവും ദേഷ്യവും എല്ലാം കൊണ്ടും ഹരി സ്വന്തമാക്കിയ പെണ്ണ്. പ്രണയത്തിനപ്പുറം ഭ്രാന്ത് തന്നെയാണിവൾ. ഒരു നിമിഷം പോലും അടർത്തി മാറ്റാൻ പറ്റാത്ത ആഴത്തിൽ ഹൃദയമാഴങ്ങളിൽ പതിഞ്ഞുപോയ ഒരു ഭ്രാന്ത്. ഈ പെണ്ണ് തന്നിൽ നിന്ന് അകന്നു മാറുന്ന നിമിഷം തൻ്റെ മരണമാണെന്ന് ഹരിക്ക് ഉറപ്പായി. ഹരിയേട്ട ചിനിയെക്കൊണ്ട് നെഞ്ചിലേക്ക് പറ്റിയവളെ അറിയെ അവനൊന്ന് ഞെട്ടി. ചിന്തകൾ സൈഡിലേക്ക് ഒതുക്കി വെച്ച് അവൻ ഗൗരിയെ നോക്കി. കണ്ണുകളുയർത്തി തന്നെ നോക്കി കിടപ്പാണ്. വല്ലാത്തൊരിഷ്ടം അവളോടിങ്ങനെ നെഞ്ചിലൊഴുകുന്നത് പോലെ തോന്നി ഹരിക്ക്. എൻ്റെ കുഞ്ഞി, പ്രണയമെല്ലാം ചേർത്ത് വെച്ച് ആ നെറ്റിയിൽ ചുണ്ടമർത്തി വെച്ചവൻ. തറവാട്ടിലേക്ക് പോകണ്ട ഹരിയേട്ടാ? പോകാം. പുതപ്പ് മാറിലേക്ക് ചേർത്തുകൊണ്ട് ഗൗരി നേരെ കിടന്നു. എനിക്ക് ഒട്ടും ആഗ്രഹമില്ല, എനിക്കിവിടെ ആരെയും കാണണ്ട പിന്നെ ഹരിയേട്ടൻ പറഞ്ഞതുകൊണ്ടാണ്. ഹരി ഒന്നും പറഞ്ഞില്ല. അവളെ തന്നെ നോക്കി അങ്ങനെ കിടന്നു. കൊച്ചുമകളാണെന്ന് പോലും നോക്കാതെ ഇനി ഒരുപാട് ഉപദ്രവിച്ചു. അത് ഞാൻ മറക്കും. പക്ഷെ എൻ്റെ ഹരിയേട്ടനെ, എൻ്റെ ജീവനെ ഇല്ലാതാക്കാൻ നോക്കിയില്ലേ? അന്ന് വെറുത്തതാ ഞാൻ എല്ലാവരെയും. ആരും വേണ്ട എനിക്ക്, ഹരിയേട്ടൻ മാത്രം മതി. വീണ്ടും വിതുമ്പലോടെ നെഞ്ചിലെ കൊട്ടിയവളെ അവൻ ഇറുക്കെ അമർത്തി. അവളുടെ മനസ്സ് അവനേക്കാൾ നന്നായി ആർക്കാണ് അറിയുക? വേഗം പോയി ഫ്രഷായി ഒരുങ്ങ്, നമുക്ക് പോയി വരാം. കുറച്ചു നേരം കഴിഞ്ഞ് അവൾ വീണ്ടും ഉറങ്ങുമെന്ന് തോന്നിയതും ഹരി എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഗൗരി അവനെ കൂർപ്പിച്ചു നോക്കി. എന്താടി? ഞാൻ ഒരു തവണ കുളിച്ചതാ, എനിക്ക് വയ്യനി. കൂർത്ത കണ്ണുകളോടെ നോക്കുന്നവളെ കാണെ അവൻ വാത്സല്യം തോന്നിപ്പോയി. ആ നെറുകയിലൊന്നു മുത്തി അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റതും ഗൗരി പകപ്പോടെ അതിലുപരി ഞെട്ടലോടെ അവനെ ഇറുക്ക പിടിച്ചു. ഹരിയേട്ടാ, നിനക്ക് മടിയില്ലേ? നമുക്ക് ഒരുമിച്ച് കുളിക്കാം. എൻ്റെ കുഞ്ഞെ, ഞാൻ കുളിപ്പിക്കാം. പറയുന്നതിനൊപ്പം അവളെ എടുത്ത് ബാത്റൂം ഡോർ തുറന്നിരുന്നു അവൻ. വീണ്ടും പല കുസൃതിയോടെ ഹരി അവളെ പെയ്തൊഴിഞ്ഞു. മുറ്റത്ത് തടിച്ചുകൂടിയ ആളുകളെ കാണെ ഗൗരിയുടെ കൈ ഹരിയുടെ കയ്യിൽ മുറുകി. അവൻ അവളെ ചേർത്ത് പിടിച്ച ഓരോ ചുവടും മുന്നോട്ട് വെക്കുമ്പോൾ എല്ലാവരുടെയും നോട്ടം അവരിലേക്ക് മാത്രം ഒതുങ്ങി. ഉയർന്ന നെഞ്ചിടിപ്പോടെ ഗൗരി ഹരിയെ നോക്കിയതും അവൻ കണ്ണ് ചെമ്മി കാണിച്ചു. കൂടെ അവളെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് വീണ്ടും ആ പടികൾ കയറി. കർപ്പൂരത്തിൻ്റെ ഗന്ധം നിറഞ്ഞ തെന്നൽ അവരെ തട്ടി കടന്നുപോയി. ഗൗരിയുടെ കൈകൾ ഹരിയിൽ മുറുകി. ഉടലാകെ ഒരു ഭയം പാഞ്ഞു കയറിയതറിയെ ഹരി അവളെ ചേർത്ത് പിടിച്ചിരുന്നു. വാതിൽക്കലെത്തിയതും ഗൗരി ഒന്ന് നിന്നു. കേറ്.
ഞാനുണ്ട് കൂടെ. ഹരി പയ്യെ മന്ത്രിച്ചു. ഹാളിൽ നടുവിലായി വെള്ള പുതച്ചു കിടക്കുന്ന ഒരു രൂപം, അടുത്തായി കരഞ്ഞു തളർന്നു കിടക്കുന്ന വല്യമ്മ. ഗൗരിയുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞുപോയി.